എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ആവിയിൽ വേവിച്ചെടുക്കുന്ന എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കുറച്ച് ചിക്കനും ജീരകശാല അരിയെല്ലാം വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ജീരകശാല അരി, നെയ്ച്ചോറ് വെക്കുന്ന അരി എടുക്കുക. വൃത്തിയായി കഴുകിയിട്ട് 2 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഉണ്ടാക്കാം. ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 4-5 പീസ് ചിക്കൻ ഉപ്പ്, മുളക് പൊടി, ചെറുനാരങ്ങ നീരെല്ലാം മിക്സ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. വെളിച്ചെണ്ണയിൽ ശാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ടാകുമ്പം ആ ചിക്കൻ ആ പാനിൽ നിന്ന് മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ 2 മീഡിയം സൈസിലുള്ള ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം ആ ചിക്കൻ മസാലയിലെല്ലാം ഉപ്പുണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുക. കുറച്ചൊന്ന് വാടി വരുമ്പോൾ 2 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. നല്ലോണം വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 2 പൊടികളെ ഞാൻ ഇതിൽ ചേർക്കുന്നുള്ളൂ. കുരുമുളക് പൊടിയും ഗരം മസാല പൊടിയും രണ്ടും 1/4 ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ടാകുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് ചെറുതായി പൊടിച്ചെടുത്തിട്ട് അതും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റ് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പം മല്ലിയില ഇല്ലവർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ ഫില്ലിങ് റെഡിയായി. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച അരി, ആ വെള്ളം കളഞ്ഞിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങയും ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കുക. അരിയുന്നില്ലെങ്കിൽ 2-3 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അരച്ചെടുത്താൽ മതി. എന്നിട്ടാകുമ്പോൾ ഒരു 3/4 കപ്പ് വെള്ളം ആ മിക്സിയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടിയും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡിയായി. ഇതുപോലെ കുറച്ച് ലൂസിലാണ് ഇത് ഉണ്ടാവുള്ളൂ. ഇനി ഞാനിപ്പോൾ ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് എടുത്തത്. ആവിയിൽ വേവിക്കുന്ന ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് അതിലേക്ക് നല്ലോണം വെളിച്ചെണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടാകുമ്പോൾ ആവിയിൽ വേവിക്കുന്ന പാത്രത്തിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഒരു 2-3 സ്പൂണ് മാവ് ഒഴിച്ച് കൊടുക്കുക. ഫില്ലിങ് വെക്കുക. മാവ് ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് അടച്ച് വെക്കണം. 1/2 മിനിറ്റ് മതി, പെട്ടെന്ന് ഇതാവും. എന്നിട്ടാകുമ്പോൾ ഫില്ലിങ് വെച്ച് കൊടുക്കുക. കുറച്ച് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലെ മാവ് ഒഴിച്ച് കൊടുക്കുക. അങ്ങനെ സെറ്റാക്കി എടുത്താൽ മതി. ഞാനിപ്പോൾ മുഴുവൻ മാവും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 to 20 മിനിറ്റ് വേവിച്ചെടുക്കാം. അപ്പോൾ അതാ വേവിച്ചെടുത്തിട്ടുണ്ട്. ചൂടെല്ലാം ആറിയ ശേഷം ഇതിൻ്റെ സൈഡ് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ അടർത്തി കൊടുക്കുക. എന്നിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക. ഇതിൻ്റെ അടിഭാഗം ഒട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഇതുപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് ഇളക്കി കിട്ടും. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്ക് ഇവിടെ റെഡിയായി. വീണ്ടും നല്ല വീഡിയോയുമായി നമുക്ക് കാണാം.